ഹലോ, എൻ്റെ പേര് ലിബിൻ രാജശേഖരൻ. ഞാനൊരു കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷ് ട്രെയിനറും അതുപോലെ തന്നെ സോഫ്റ്റ് സ്കിൽ ട്രെയിനറുമാണ്. അപ്പോൾ കൊറോണയുടെ സമയത്താണ് ഈ ഒരു ചാനൽ തുടങ്ങിയത്. അതിനുശേഷം കാര്യമായിട്ട് ഇതിലേക്ക് അപ്ഡേഷൻ നടത്തിയില്ല. ഇനിയിപ്പോൾ ലൈഫ് ഉണ്ടാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇതിൽ അപ്ഡേറ്റ് ചെയ്യാനാണ് കരുതുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഇവിടെ മരട് എന്ന് പറയുന്ന സ്ഥലത്താണ്. കുണ്ടന്നൂരാണ് മരട് മുനിസിപ്പാലിറ്റിയിൽ. ഇവിടെ ഒരു ട്രെയിനിങ് എടുക്കാൻ വേണ്ടിയാണ്. സീനിയർ സിറ്റിസണിന് വേണ്ടിയുള്ള ഡിജിറ്റൽ സ്കിൽസ്, അവരെ എങ്ങനെ മൊബൈൽ ഉപയോഗിക്കാം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാം, ഇൻ്റർനെറ്റ് എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു സെഷനാണ്. ഇതാണ് മരട് മുനിസിപ്പാലിറ്റി. അത്യാവശ്യം കൊള്ളാട്ടോ, വലിയൊരു ബിൽഡിംഗ് ആണ്. ഇവർക്ക് കുറേ അധികം വാഹനങ്ങളൊക്കെ ഉണ്ട്. ഈ സ്കൂട്ടർ ഉണ്ട്, അതുപോലെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിലാണ് നമ്മുടെ ക്ലാസ് എടുക്കുന്ന സ്ഥലം. നമുക്ക് മുകളിലേക്ക് പോവാം. അതിനുശേഷം ഹാളൊക്കെ കാണിച്ചു തരാം. നമുക്ക് മുകളിലേക്ക് പോവാം. സ്റ്റെപ്പൊക്കെ കയറി പോകണം. ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞ് ഒന്നാമത്തെ ഫ്ലോറിലാണ് നമുക്ക് സെഷൻ ഉള്ളത്. ഇവിടെ ഒരു ഹാളുണ്ട്, അത്യാവശ്യം നല്ല ഹാളാണ്, AC ഒക്കെ ഉണ്ട് കേട്ടോ. ആ ഹാളിലാണ് നമ്മുടെ സെഷൻ ചെയ്തത്. PJ ജോൺസൺസ് മാരേജ് ഹാൾ. അപ്പോൾ ഈ ഒരു ട്രെയിനിങ്ങിൻ്റെ പ്രത്യേകത, ഇത് അസാപ് കേരളത്തിൽ നടത്തുന്ന ആദ്യത്തെ ഒരു അപ്സ്കില്ലിംഗ് ട്രെയിനിങ് ആണ്. പ്രത്യേകിച്ചും സീനിയർ സിറ്റിസന് വേണ്ടി. ഇതിനിപ്പോൾ പല ട്രെയിനിങ്സ് നടത്തിയിട്ടുണ്ടെങ്കിലും സീനിയർ സിറ്റിസന് വേണ്ടിയുള്ള ഇത്തരത്തിലുള്ള ഡിജിറ്റൽ സ്കിൽസ് ആദ്യമായിട്ടാണ് അസാപ് കേരള നടത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രോഗ്രാമിൽ ആദ്യമായിട്ട് അത് ട്രെയിൻ ചെയ്യാനുള്ള ഒരു സാഹചര്യം കിട്ടിയെന്നുള്ളതൊരു വലിയൊരു കാര്യമാണ്. സംഭവം രസകരമായിട്ടുള്ള ഒരു അനുഭവമാണ്. പ്രായമായിട്ടുള്ള ആളുകളാണെന്ന് കരുതി ആദ്യമൊക്കെ നമുക്കൊരു പേടി ഉണ്ടായിരുന്നു, എങ്ങനെയായിരിക്കും ഇവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ സംഭവം ക്ലാസ് എടുത്ത് തുടങ്ങിയപ്പോഴത്തേക്കും വളരെ രസകരമാണ്. കോളേജ് സ്റ്റുഡൻസിനെയൊക്കെ ഡീൽ ചെയ്യുന്നതിലും ഈസി ആയിട്ട് നമുക്ക് ഇവരെ ഡീൽ ചെയ്യാവുന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് അറിയാം ഓൾറെഡി. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ചില കാര്യങ്ങളിലൊക്കെ കൺഫ്യൂഷൻ ഉണ്ട്, അത് നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കുറേയൊക്കെ അവർക്ക് പഠിക്കാൻ കഴിയും. ഇതാണ് നമ്മളുടെ ആള്. ഈ ഒരു പ്രോഗ്രാമിൻ്റെ പേര് നൈപുണ്യ നഗരം എന്നാണ്. ഇവിടെ മരട് നഗരസഭ അവരുടെ വയോജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഡിജിറ്റൽ ലിറ്ററസി പരിശീലന പരിപാടിയാണ്. നമുക്കൊരു കോർഡിനേറ്റർ ഉണ്ട്, പങ്കെടുക്കുന്ന ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇത് കൂടാതെ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൽ സഹായിക്കാൻ വേണ്ടി ഒരു 3 MSW സ്റ്റുഡൻസ് ഉണ്ട്. ഇവർ വോളണ്ടിയേഴ്സ് ആയിട്ടുണ്ട്. ഇവരാണ് ഓരോ പ്രോഗ്രാം നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവരെ ഹെൽപ്പ് ചെയ്യുന്ന ആളുകൾ. ഓക്കെ, പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ, ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഏറെക്കുറെ ഒരു 15-20 പേരെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ഷീബ സമീർ. ഐ എം കമ്മിങ് ഫ്രം ഫോർട്ട് കൊച്ചി. ഞാൻ ഫോർട്ട് കൊച്ചിന്ന് വരുന്നത്. ഞാൻ എസാപ്പ് മാം പറഞ്ഞു, പക്ഷെ എസാപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ല. എസാപ്പ് എന്ന് പറയുന്ന ഒരു കേരള ഗവൺമെന്റിന്റെ ഒരു പ്രൊജക്റ്റാണ്. അത് അവർ 13-14 വർഷമായി തുടങ്ങിയിട്ട് സ്കൂൾസിലും കോളേജസിലും പിന്നെ ഇതുപോലെ പഞ്ചായത്തിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എസാപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊടുക്കുക കോളേജ് യൂണിവേഴ്സിറ്റീസിൽ, പിന്നെ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ട്രെയിനിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എസാപ്പ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഫസ്റ്റ് ടൈമാണ് കേരളത്തിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ തുടങ്ങിയേക്കുന്നത് ഈ ഡിജിറ്റൽ ലിറ്ററസി ഫോർ സീനിയർ സിറ്റിസൺസ്. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് യു ആർ സീനിയേഴ്സ്. എല്ലാം നല്ല ബ്യൂട്ടിഫുൾ യങ് ആൻഡ് വൈബ്രന്റ് ബ്യൂട്ടിഫുൾ ലേഡീസ് ആൻഡ് ഹാൻഡ്സം മെന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ഇരിക്കുന്നത്. യെസ്, സോ ലവ്ലി പീപ്പിൾ. നമ്മൾ 2 ദിവസം ഡിജിറ്റൽ ലിറ്ററസിയെ കുറിച്ചിട്ടായിരിക്കും നമ്മൾ പഠിക്കാൻ പോണതും. നമ്മൾ പഠിക്കുന്നതല്ല, നമ്മൾ ചെയ്യണേ. ഫുൾ പ്രാക്ടിക്കൽസ് ആയിരിക്കും. ഞാനിവിടെ ഉണ്ടാവും നിങ്ങളുടെ കൂടെ ഞാനും പിന്നെ ലിപ്പൻ സാറും ഉണ്ടാവും. ഞങ്ങൾ 2 പേരും ട്രെയിനേഴ്സാണ് ഹെൽപ്പ് ചെയ്യാൻ. പിന്നെ ലവ്ലി 3 ലിറ്റിൽ ബ്യൂട്ടിഫുൾ യങ് ലേഡീസ് ഇവിടെ ഉണ്ട്, ഞങ്ങളുടെ വോളണ്ടിയേഴ്സ് ഉണ്ട്, അവരും ഉണ്ടാവും സപ്പോർട്ട് ചെയ്യാനും ഗൈഡ് ചെയ്യാനും. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് തന്നെ ഞങ്ങൾ ഉണ്ടാവും, എന്തിനും എല്ലാ ഹെൽപ്പിനും ഉണ്ടാവും, ചെയ്തു തരാനും പറഞ്ഞു തരാനും എല്ലാത്തിനും. സോ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. അപ്പൊ നമുക്ക് എന്താണ് ഡിജിറ്റൽ ലിറ്ററസി? ഇവിടെ കാണാം നൈപുണ്യ നഗരം വയോജനങ്ങൾക്ക് ഡിജിറ്റൽ ലിറ്ററസി പരിശീലന പരിപാടി. നിങ്ങൾ ആ ഒരു പരിശീലന പരിപാടിക്കാണ് വന്നേക്കുന്നത് അല്ലേ? ഇവിടെ വൈഫൈ കണക്ട് ആക്കി കണ്ട വന്നില്ലേ റെസിപ്പി. അപ്പൊ അങ്ങനെ വാക്കുകൾ മാത്രം പറഞ്ഞാൽ നമസ്കാരം, എൻ്റെ പേര് ലിബിൻ രാജശേഖരൻ.
വീട് നേര്യമംഗലം നീണ്ടവാറയാണ്. കുറച്ച് പേരൊക്കെ കേട്ടിട്ടുണ്ടാവും, ഇടുക്കി പോകുന്ന വഴിയാണ്. അപ്പോൾ ഈ ഒരു ട്രെയിനിങ് സെഷൻ ഞാൻ ഷീബമാണ് എടുക്കുന്നത്. മോർണിംഗ് സെഷൻ മാമാണ് എടുത്തത്, ആഫ്റ്റർനൂൺ സെഷൻ ഞാനായിരിക്കും എടുക്കുന്നത്. ഓൾറെഡി പറഞ്ഞതുപോലെ 2 ബാച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നല്ല കുറച്ച് അനുഭവങ്ങൾ ഞങ്ങൾക്കും ഉണ്ടായി, അവർക്കും ഉണ്ടായി. അപ്പോൾ ഞങ്ങൾ എൻ്റെ ഒരു മാസ്റ്റർ ട്രെയിനേഴ്സ് ആണ്. അതായത് ഈ അസാപ്പിൽ ഒരു ഏറെക്കുറെ 10 വർഷത്തിന് മുകളിലായി ഞങ്ങൾ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ട്രെയിനേഴ്സിനെ ട്രെയിൻ ചെയ്യുന്ന ആളുകളാണ്. സോ അത്രയും ഗൗരവത്തോടു കൂടിയാണ് നഗരസഭയും അസാപ്പും ഈ ഒരു പ്രോഗ്രാമിനെ കണ്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാലോ ഇന്നത്തെ പ്രോഗ്രാം എന്താണ്? ഡിജിറ്റൽ ലിറ്ററസി അല്ലെ? നമുക്കറിയാം നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഡിജിറ്റൽ യുഗത്തിലാണ് അല്ലെ? പഴയ കാലഘട്ടമൊക്കെ മാറി ഒരുപാട് അനുഭവങ്ങളുള്ള ആളുകളാണ് നിങ്ങളെന്ന് എനിക്കറിയാം. ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ജനിച്ച് വളർന്ന് ഒരുപാട് ജീവിത അനുഭവങ്ങളൊക്കെ നേടിയ വ്യക്തികളാണ്. പല പല ട്രാൻസിഷൻസ് കണ്ടിട്ടുള്ള അല്ലെ? പണ്ട് കാലത്തിലുള്ള ജീവിതാവസ്ഥയല്ല നമുക്ക് അല്ലെ? പണ്ടാണെങ്കിൽ നമുക്ക് ഒരാളുമായിട്ട് ഒന്ന് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ, ദൂരെയുള്ള ഒരാളുമായിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ അത്യാവശ്യ വിവരങ്ങൾ അറിയിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു. അതൊക്കെ അന്നൊക്കെ നമ്മൾ കൂടുതലും എഴുത്തുകളൊക്കെയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അല്ലെ? ഇംഗ്ലണ്ട് ഉപയോഗിച്ച് എഴുതുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ മാറിയിട്ട് ഇപ്പോ നമുക്ക് വിളിച്ച് ശബ്ദത്തിലൂടെ സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയായി, നേരിട്ട് കാണാൻ പറ്റുന്ന അവസ്ഥയായി അല്ലെ? ഒരുപാട് മാറ്റങ്ങൾ വന്നു. പല പല ആവശ്യങ്ങൾക്ക് വേണ്ടി പല പല ആപ്ലിക്കേഷൻസ് വന്നു. നമ്മൾ വേർതിരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കൊറോണ സമയത്തൊക്കെ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ഇത് ഒരുപാട് ചർച്ചയായിരുന്നു. അത്യാവശ്യം ഈ ടെക്നോളജി അറിയാവുന്ന കുട്ടികളെല്ലാം ഓൺലൈൻ ക്ലാസിന്റെ ഉപഭോക്താക്കളായി. അതേസമയം നമ്മുടെ അറിയാം പിന്നോക്ക മേഖലയായിട്ടുള്ള ആദിവാസി മേഖലകളിലുള്ള ഒരുപാട് കുട്ടികൾക്കൊന്നും ഇതിന്റെ പ്രയോജനം അനുഭവിക്കാൻ കഴിയാതെ. അപ്പൊ അവരെ നമ്മുടെ സമൂഹത്തിലേക്ക് മാറ്റി നിർത്തപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയാണ് നഗരസഭയും അസാപ്പും ചേർന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് ആളുകൾ ഒരുപാട് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളായിരിക്കാം. കുറെ പേർക്കൊക്കെ കുറെ കാര്യങ്ങൾ ചിലപ്പോൾ അറിയാതിരിക്കാം. ചിലപ്പോൾ എന്നേക്കാൾ നന്നായിട്ട് ചില കാര്യങ്ങൾ ചില പ്രത്യേക മേഖലകളിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിവുണ്ടാവാം. ഇതൊരു പങ്കുവയ്ക്കലായിട്ട് നിങ്ങൾ കരുതിയാൽ എന്നിട്ട് നിങ്ങൾ പഠിപ്പിക്കുന്നതായിട്ട് നിങ്ങൾ ഒരിക്കലും കരുതരുത്. പറയാം എന്തൊക്കെ കാര്യങ്ങൾ കറണ്ട് ബില്ല്, വാട്ടർ ബില്ല് അല്ലെ? അങ്ങനെയുള്ള ബില്ലുകളെല്ലാം നമുക്ക് ഓഫീസിൽ പോയി അടയ്ക്കണം വേണ്ട അല്ലെ? ഓഫീസിൽ പോകണമെങ്കിൽ നമ്മുടെ ഒരു ദിവസം പോകും, നമ്മൾ ബസ് കയറണം, അവിടെ ചെല്ലണം, ക്യൂ നിൽക്കണം, ഒരുപാട് കാര്യങ്ങൾ. പിന്നെ പർച്ചേസിങ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വേണം, മൊബൈൽ ഫോൺ വേണോ, വീട്ടില് നമുക്ക് ചൂല് വേണോ അല്ലെ? എന്ത് വേണം, പച്ചക്കറി വരെ നമുക്ക് വേണമെങ്കിൽ ഓൺലൈൻ ആയിട്ട് വീടുണ്ട് അല്ലെ? പിന്നെ എന്ത് വേണ്ടി ചെയ്യാൻ പറ്റും? നമുക്ക് സാമ്പത്തിക ഇടപാടുകൾ, നമുക്ക് ആർക്കെങ്കിലും പൈസ കൊടുക്കണമെങ്കിൽ അവരിൽ നിന്ന് പൈസ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു കടയിൽ ചെന്നു, നമുക്കൊരു സാധനം ഇഷ്ടപ്പെട്ടു, നമ്മളത് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ക്യാഷ് കയ്യിൽ കൊണ്ടു നടക്കണ്ട അല്ലെ? അവിടെ ഒരു സാധനം നമുക്ക് ഇങ്ങനെ സ്കാൻ ചെയ്യാൻ വേണ്ടി ഒരു സാധനം വെച്ചിട്ടുണ്ടാവും. അതിൽ നമ്മൾ സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈസ അങ്ങോട്ട് കൊടുക്കാൻ പറ്റും അല്ലെ? ഒരാളിൽ നിന്ന് നമുക്ക് പൈസ സ്വീകരിക്കാം, പൈസ അങ്ങോട്ട് കൊടുക്കാം, സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കാം. പിന്നെ യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ശരിയാണ്, വളരെ നന്നായി ശരിയാണ്. നമുക്ക് KSRTC ബസ്സിൽ വേണമെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാം അല്ലെ? പച്ച എടുക്കണം. റെഡൊക്കെ എല്ലാം കൺഫേം ആണ്. റെഡൊക്കെ എല്ലാവരും ഓൾറെഡി ബുക്ക് ചെയ്ത് സീറ്റാണ്. ഇതെടുത്ത് നമ്മൾ ചങ്കും കരളുമായ മാഡം എല്ലാ കാര്യത്തിലും നമ്മളൊപ്പം നിൽക്കുന്നത്. അതുപോലെ ക്ലാസ് എടുത്ത സാറും അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻസും വളരെ നല്ല രീതിയിലുള്ള ഒരു ക്ലാസ് ആയിരുന്നു. ഞങ്ങളെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ, ആ ഗൂഗിൾ പേ, നമ്മുടെ അതുപോലെ ലൊക്കേഷൻ, പിന്നെ അതേപോലെ വാട്സപ്പിൻ്റെ ഇത്. അപ്പം ഇതൊക്കെ നമ്മളിപ്പോൾ നമ്മൾ ചേച്ചി പറഞ്ഞു അത് പിള്ളേരെ എടുക്കണേക്കാൾ നല്ലതാണ്. പിള്ളേരെ എടുക്കണം നല്ലതല്ല, പിള്ളേരോട് നമ്മൾ പറയണു ഇത് പഠിപ്പിച്ചതാണെന്ന് പറഞ്ഞാൽ അതിങ്ങനെ എടുത്ത് ഇങ്ങനെ കഴിയും, ഇതിങ്ങനെ. അപ്പം നമ്മളിങ്ങനെ അതിപ്പോ ഇതാണ് നമ്മുടെ കുട്ടികളെ നമ്മളോട് അങ്ങനെ പറയാം. കാരണം വെച്ചാൽ അവർക്ക് നേരത്തെ പറഞ്ഞ പോലെ സമയമില്ല. അത് നമ്മുടെ ഈ കുട്ടികൾ വളരെ ഇതായിട്ട് നമ്മുടെ അടുത്തിരുന്ന് വളരെ ഇതായിട്ട് പറഞ്ഞു തന്നു. എനിക്ക് സാറിനോട് റിക്വസ്റ്റ് ഉണ്ട്, 2 ദിവസമല്ല ഒരാഴ്ച വേണ്ടതായിരുന്നു. കാരണം നമുക്ക് പ്രാഥമികമായിട്ടുള്ള മാത്രം മതി അത് പഠിക്കാനായിട്ട്. എന്തായാലും കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം
നമ്മളെ മരട് നഗരസഭ ഏറ്റെടുത്ത് നടത്തുന്നതെന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട്. കാരണം എല്ലാ കാര്യത്തിലും മരട് നഗരസഭയാണ് മുന്നിൽ നിൽക്കുന്നത്. അതിനുള്ള ഞങ്ങൾ ഇപ്പോൾ വൻമരമാണെന്നാണ് പറഞ്ഞു സാറ് പറഞ്ഞത്. ആ വൻമരം എപ്പോഴും നിങ്ങളോട് ഉണ്ടാവും എന്ത് കാര്യത്തിലും. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള ക്ലാസ്സുകൾ നമുക്ക് മേലിലും ഉണ്ടാക്കി തരണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി സാറിനോടുണ്ട്. അതും കൂടി ഞങ്ങൾ ചെയ്ത് നല്ല ഏതായാലും നമ്മൾ പറഞ്ഞ പോലെ ഏത് സമയത്താണ് പോകണമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. എന്നാലും ആ സമയത്തെങ്കിലും നമുക്ക് പെട്ടെന്നൊരു ടിക്കറ്റ് ബുക്ക് ചെയ്യണം, ടക്കടക്ക അടിച്ച് നമുക്ക് പോവാം. അങ്ങനെയുള്ള ഒരു സംവിധാനം പഠിപ്പിച്ചിരുന്നതിൽ വളരെ നന്ദി. എല്ലാവർക്കും ഒരിക്കൽക്കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നലെ മുതൽ ഇവിടെ അറ്റൻഡ് ചെയ്ത ഈ ക്ലാസ്സുകൾ എനിക്ക് തോന്നുന്നു ഇതൊരു 6 മാസത്തെ ക്ലാസ്സിനുള്ള വിഷയങ്ങളായിരുന്നു ഈ 2 ദിവസം കൊണ്ട് നമ്മളെ പഠിപ്പിച്ചത്. രണ്ടാമത് ഞങ്ങളുടെ ഈ പ്രായ പരിമിതി, അത് ഗ്രാസ്പിംഗ് പവർ തീരെ ഇല്ലാത്ത ഒരു ഏജിലാണ് ഞങ്ങൾ പലരും. ഈ ഇരിക്കുന്ന ഏതാണ്ട് ഒരു 70%, ബാക്കി ഒരു 30% അവരെ ഞാൻ മാറ്റി നിർത്തുക. അപ്പൊ നല്ല രീതിയിൽ നിങ്ങളുടെയൊക്കെ അറിവിന്റെ മുമ്പിൽ ഞങ്ങളിങ്ങനെ പകച്ച് നിൽക്കുകയായിരുന്നു. കാരണം ഇപ്പൊ എന്റെ അനുഭവം പറയുകയാണെങ്കിൽ ഞാനൊക്കെ ഈ കാളവണ്ടി യുഗത്തിൽ ജനിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അതിൽ നിന്ന് ഈ ഒരു ഇലക്ട്രോണിക് യുഗത്തിലേക്ക് ഉള്ള ഈ അനുഭവങ്ങൾ വന്നതിൽ ഒരു വലിയ ഭാഗ്യം എന്ന രീതിയിലാണ് ഞാൻ ഇതിനെ കണക്കാക്കുന്നത്. അതേമാതിരി തന്നെ ഇപ്പൊ തന്നെ ഞങ്ങൾ പേരക്കുട്ടികളെ ആശ്രയിച്ചാണ് പല കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മക്കളൊന്നും പറഞ്ഞു തരത്തില്ല ആത്മാർത്ഥമായിട്ട്, കാരണം അവർക്ക് സമയമില്ല. അവർക്ക് സമയമില്ല. പേരക്കുട്ടികളുമായിട്ട് കൂടുതൽ മിങ്കിളിങ് ഉള്ളത് കൊണ്ട് അവര് പലതും പറഞ്ഞു തരും. അവര് പലതും പറഞ്ഞു തരും. അത് ഓടിപ്പടച്ച് വന്ന് പറഞ്ഞിട്ട് അവരൊക്കെ പോവാം. അല്ലാതെ നമുക്ക് പക്വതയോടെ പറഞ്ഞു തരാനുള്ള ഒരു മനസ്സല്ലല്ലോ അവരുടെ. അപ്പൊ അങ്ങനെ ഞങ്ങള് ഈ യുഗത്തിലെ ഒരു വല്ലാത്ത കൺഫ്യൂഷനിലാണ്. ദൈനംദിന ജീവിതം തന്നെ ഇപ്പൊ വലിയ ബുദ്ധിമുട്ടിലായിരിക്കുക ഈ ഇലക്ട്രോണിക് യുഗത്തിൽ. അപ്പം ഈ ക്ലാസ് എന്തായാലും ശരി, നിങ്ങളെയൊക്കെ പരിചയപ്പെടുകയും ഞങ്ങളുടെ ഈ സഹപ്രവർത്തകൻ ലിബിൻ സാറിനോട് ആത്മാർത്ഥമായിട്ട് നന്ദി അറിയിക്കുകയാണ്. മേലിലും ഇനി ഈ മുനിസിപ്പാലിറ്റി, ഞങ്ങളുടെ മരട് മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ ഈ പ്രായമുള്ള ആൾക്കാരെ കെയർ ചെയ്യുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ്. കാരണം കേരളത്തിൽ എവിടെയും പ്രാദേശിക ഗവൺമെന്റുകൾ ഇത്രയും നല്ല ഒരു സംഘാടനം ഞങ്ങൾക്ക് പ്രായമായവർക്ക് വേണ്ടി നടത്തുന്നില്ല. അപ്പം മരട് മുനിസിപ്പാലിറ്റിക്ക് ആദ്യമായിട്ട് ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്, ഇതിന്റെ ഭാരവാഹികൾ. അപ്പോൾ നമുക്ക് 2 ദിവസത്തെ ക്ലാസ് ലിബിൻ സാറും ഇന്നലത്തെ മാഡത്തിന്റെ പേര് പറഞ്ഞു, ഷീബ മാഡം. അപ്പോൾ 3 കുട്ടികളും ഉണ്ടായിരുന്നു. ഇന്നലെയും 3 കുട്ടികളുണ്ടായിരുന്നു. ഇന്നലത്തെ കുട്ടികളെ പോലെ തന്നെ ഇന്നത്തെ കുട്ടികളും നമ്മളോട് നല്ലോണം നമ്മളുടെ മക്കള് എങ്ങനെ വരുന്നോ അതുപോലെ തന്നെ. പിന്നെ ഈ സാറാണെങ്കിൽ എന്ത് പറയാനോ, ഓരോരുത്തരും ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നു. ഓരോരുത്തരുടെ മുമ്പിലേക്കും ഓടിച്ചെന്ന് ഇത്ര നല്ല രീതിയിൽ നമ്മുടെ അച്ഛനെയും അമ്മേനെ, മാഷിന്റെ അച്ഛനും അമ്മയും എങ്ങനെയാണോ അതുപോലെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. ഇത്രയും നല്ല രീതിയിൽ ഞങ്ങൾക്കും ഒരു ക്ലാസ് കിട്ടി എന്ന് വേണം. 2 ദിവസം കൊണ്ട് ഞങ്ങൾ എവിടെയൊക്കെ ഏതൊക്കെയോ ലോകത്തൊക്കെ എത്തി. അപ്പോൾ അത്രയ്ക്കും നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇന്നലത്തെ മക്കളോട് ഇന്നലെ ഓരോരുത്തർ പറഞ്ഞെന്ന് തോന്നുന്നു, നമ്മൾ ഇരുന്നവർ തന്നെയൊക്കെ പറഞ്ഞു. അവർക്കും താങ്ക്സ്. ഇന്നത്തെ 3 മക്കൾക്കും സാറിനും നമ്മുടെ മാഡത്തിനും, മാഡം ഉള്ളതുകൊണ്ടല്ലേ നമ്മളിങ്ങനെ എല്ലായിടത്തേക്കും വിളിച്ചോണ്ട് വരുന്നത്. ഓരോ ടൂറുകളും എല്ലാം സംഘടിപ്പിച്ച് ഞങ്ങളിപ്പോ വേറെ പല ലോകം. അത്രയും സ്നേഹബഹുമാനം പറഞ്ഞ നാസിർ സാറ്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഡിജിറ്റൽ ലിറ്ററസി പ്രോഗ്രാം നമ്മൾ തിങ്കളാഴ്ച ആരംഭിച്ച് ഇന്ന് ഈ സമയം വരെ നമ്മുടെ ലാസ്റ്റ് ബാച്ച് നിങ്ങളാണ്. നമ്മൾ ഇന്നത്തോടുകൂടി നമ്മൾ ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ മരട് നഗരസഭയെ സംബന്ധിച്ച് വയോജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് അത്ര അധ്വാനം ചെയ്യുന്ന, അധ്വാനം മാത്രമല്ല, കാരണം എങ്ങനെ ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാം, നമ്മൾ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും നമ്മൾ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സെക്രട്ടറിയും ഒരു ഭരണസമിതി അംഗങ്ങളുമാണ് നമുക്കുള്ളത്. കാരണം നമ്മുടെ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കാര്യമായിട്ട് ആവശ്യപ്പെട്ട് അവിടെ ചെന്നിട്ട് ഇതുവരെ നോ എന്നൊരു വാക്ക് എനിക്ക് കേൾക്കേണ്ടി വന്നിട്ടില്ല ഈ 5 വർഷം കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ വയോമിത്രം പ്രോഗ്രാംസ് ഇത്ര ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. മറ്റു മുനിസിപ്പാലിറ്റിക്കാർ എപ്പോഴും ചോദിക്കും, ഈ സെക്രട്ടറിനെ ഞങ്ങൾക്ക് തരാമോ?
അപ്പം നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. കാരണം നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ നമ്മുടെ ഇടയിൽ വരുമ്പോഴാണ് എല്ലാവർക്കും അത് ഭയങ്കര സന്തോഷമായിട്ട് മാറുന്നത്. അപ്പൊ ഈ ലിറ്ററസി പ്രോഗ്രാമിനെ കുറിച്ച് കുറച്ച് കൺഫ്യൂഷൻസ് നമുക്ക് ആദ്യമേ ഉണ്ടായിരുന്നു. കാരണം ആദ്യത്തെ ദിവസങ്ങളൊക്കെ കുറച്ച് പാർട്ടിസിപ്പേഷൻ നമുക്ക് കുറവായിരുന്നു. ഇത് നമ്മൾ വാർഡ് തലത്തിൽ നിന്ന് ലിസ്റ്റ് എടുത്ത് അത് കൗൺസിൽ പാസ്സാക്കിയതിന് ശേഷമാണ് നമുക്ക് ഈ ട്രെയിനിങ്ങിലേക്കുള്ള ആളുകളെ നമ്മൾ പങ്കെടുപ്പിക്കാൻ വന്നത്. അപ്പം നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിച്ചു. അപ്പൊ അതിന്റെ മെയിൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത് ട്രെയിനേഴ്സ് 2 പേരും. അവര് വെറും ട്രെയിനേഴ്സ് അല്ല കേട്ടോ, ട്രെയിനിങ് കൊടുക്കുന്ന ആൾക്കാർക്ക് ട്രെയിൻ ചെയ്യുന്ന മാസ്റ്റർ ട്രെയിനേഴ്സ് ആണ് ഷീബ മാമും അതുപോലെ ലിബിൻ സാറും. അപ്പൊ അവര് പറയുമായിരുന്നു, ഞങ്ങള് കോളേജ് സ്റ്റുഡൻസിന്റെ ഒക്കെ അടുത്ത് ആണ് അവരെപ്പോഴും യങ്സ്റ്റേഴ്സുമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പം നമ്മുടെ പ്രോഗ്രാം തുടങ്ങുന്നതിന് 2 ദിവസം മുമ്പ് അവർ ചോദിച്ചു എങ്ങനെയാണ് ഇവിടെ വരുന്ന ആൾക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, നമുക്ക് എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും. ഒരു ചെറിയൊരു എന്തായാലും അവർക്ക് തോന്നും അല്ലെ, പ്രായമുള്ള ആൾക്കാർ എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഡിജിറ്റൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ വരുമ്പോൾ എങ്ങനെയാണെന്നൊക്കെ അവർക്കൊരു എന്താ പറയുന്നത്, എന്തായിരുന്നു സാറേ, ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അവർ 2 പേരും വളരെ ഹാപ്പിയാണ്. അവർക്ക് യാതൊരു രീതിയിലും ബുദ്ധിമുട്ട് നമ്മുടെ പാർട്ടിസിപ്പന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞത് 2 പേരും. മൺഡേ തൊട്ട് ഈ സമയം വരെ. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമുക്ക് ഇന്നിവിടെ അല്ലെ ഷെയർ ചെയ്ത് കിട്ടിയത്. എല്ലാവർക്കും ആൻഡ്രോയിഡ് ഫോൺ ഉണ്ട്, അല്ലെങ്കിൽ വിളിക്കാം, കോൾ എടുക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജസ് വായിക്കാം, ഫോർവേഡ് ചെയ്യാം. അതിനപ്പുറത്തോട്ട് ഫോൺ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഊബർ നമുക്ക് അത്യാവശ്യമായിട്ട് അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെട്ട് പോയൊരവസ്ഥയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുന്ന അവസ്ഥയിലോ ഒക്കെ നമുക്ക് ഇത് എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് ഉള്ളത് അറിയാൻ സാധിച്ചത് ഈ ക്ലാസ് ഉള്ളതുകൊണ്ടാണ് പലരും പറഞ്ഞു. അപ്പം കഴിഞ്ഞ ദിവസം ആന്റി പറയുന്ന കേട്ടു, ഇവിടെ ഇന്ന് ലൊക്കേഷൻ അയച്ച് വീട്ടിലേക്ക് കൊടുത്തപ്പം അമ്മൂമ്മ എങ്ങനെയാണ് ലൊക്കേഷൻ അയക്കാൻ പഠിച്ചതെന്ന് കൊച്ചുമോൻ ചോദിച്ചെന്ന് വീട്ടിൽ ചെന്നപ്പോ. അപ്പോ കുറച്ച് പുതിയ കുറെ അറിവുകൾ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് കിട്ടാൻ സാധിച്ചു. ഏറ്റവും നല്ലൊരു ട്രെയിനിങ് ആയിരുന്നു അസാപ്പിന്റെ ഭാഗത്തു നിന്ന് നമുക്കുണ്ടായത്. നല്ല സഹകരണം, ആൾക്കാർ വന്നാൽ വെയിറ്റ് ചെയ്ത് അവരിയ്ക്കും, നമുക്ക് കുറച്ച് സമയം കൂടെ നോക്കാം. കാരണം ട്രെയിനേഴ്സ് ആണെങ്കിലും അവര് ഒരു കാര്യത്തിലും നമുക്കൊരു ബുദ്ധിമുട്ട് ഇതുവരെ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. നമ്മളും തിരിച്ച് വളരെ സപ്പോർട്ടീവായിട്ടാണ് നിന്നത്. അതുകൊണ്ട് യാതൊരു ടെൻഷൻസും ഇല്ലാതെ 4 ദിവസം വളരെ ഭംഗിയായിട്ട് നമുക്ക് ട്രെയിനിങ് നടത്താൻ സാധിച്ചു. അതുപോലെ തന്നെ നമ്മുടെ വോളണ്ടിയേഴ്സ് അവര് ഭാവിയിലെ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് വരേണ്ട ആൾക്കാരാണ്. ചിലപ്പോൾ ഈ മരട് നഗരസഭയിൽ തന്നെ ഒരു കോർഡിനേറ്ററായിട്ട് വരാൻ പാടില്ല എന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ അവരുടെ ആ ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഇവിടെ വന്നു, നമുക്ക് അത്രയും സപ്പോർട്ട് അവർ തന്നു. അപ്പൊ ഓവറോൾ ഇതിനകത്ത് പങ്കെടുത്ത നിങ്ങൾ എല്ലാവരും, അതാണ്, നിങ്ങളില്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഈ പ്രോഗ്രാം ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല. 90 പേര് പങ്കെടുക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. പ്രത്യേകിച്ച് നോമ്പിന്റെ സമയമായിട്ട് പോലും നമ്മുടെ പ്രിയപ്പെട്ടവര് ഈ 4 ദിവസവും നോമ്പെടുക്കുന്നവരുണ്ടായിരുന്നു. അവര് സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. നമുക്ക് വേണ്ടി ആ സമയത്തും ഇവിടെ വരാൻ കാണിച്ച ആ വലിയൊരു മനസ്സ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നല്ലൊരു പ്രോഗ്രാം ഇനി ഞങ്ങൾക്ക് അടുത്തായിട്ട് വീണ്ടും ചെയ്തു തരണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത്.